ആയിട്ടില്ലെങ്കിലും ഇത് വർക്കാവും. ഒരു സമയത്ത് എൻ്റെ ലിപ്പ് ഉണ്ടല്ലോ ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ട് വൺ സീനായിരുന്നു. എനിക്കൊന്ന് കണ്ണാടി പോലും നോക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. കുറച്ചും കൂടെ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറുകറുത്ത ചുണ്ടുകൾക്ക് ഉടമയായിരുന്നു ഞാൻ. എൻ്റെ ആത്മാവ് മാക്സിമം പുറത്തെടുക്കാൻ നോക്കിയതുകൊണ്ടാണ് ഈ കോലത്തിൽ. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. കണ്ടില്ല, അതിൻ്റെ സ്റ്റിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മുൻപൊക്കെ ലിപ്സ്റ്റിക് ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ലിപ് ബാം ഇടണത് മസ്റ്റാണ്, അല്ലെങ്കിൽ ലിപ് ബാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുണ്ട് കറക്കാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. ഞാനായിട്ട് ഗവേഷണം കണ്ടുപിടിച്ചിട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ ചുണ്ട് പയ്യെ ഇങ്ങനെ കറക്കാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക് ഇട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കാണിക്കും. പക്ഷെ അവർ ഇങ്ങനെ കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യണം. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഈയിടെയായിട്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ടും ലിപ് കെയർ എന്ന് പറഞ്ഞ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു വരുന്നത്. ഒരു ലിപ് ബ്രൈറ്റനിങ് ക്രീമാണ് ലിപ്സ് ലൈറ്റ്. Definitely it helps reduce pigmentation and discoloration. Then it also moisturize and soften your lip. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ആയിട്ടുള്ള ചുണ്ടിനെ കുറച്ച് ലൈറ്റർ വേർഷൻ ആക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബ്ലാക്ക് ആയിട്ടുള്ള മൊത്തത്തിനെടുത്ത് വൈറ്റ് ആക്കി നല്ല ചൊകചൊക ഇങ്ങനെ ഇരിക്കത്തില്ല. ഓക്കെ, ഓഫ് കോഴ്സ് ഇതിനെക്കാട്ടി നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ബട്ട് ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഇത് ചെയ്യുന്ന പണിയും റിസൾട്ടും സോ ഫാസ്റ്റ്. സോ നിങ്ങൾ എന്തായാലും മേടിച്ച് നോക്കണം. എന്തായാലും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് ഇതിൽ ആ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഈ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഈ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിലേതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ട് അലർജി ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അല്ല, അലർജി ഒന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം റിസ്കിൽ ഇത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം. എന്തായാലും ഉപയോഗപ്പെടും.